സജ്ജനങ്ങളെ, ഭൂമി മലയാളത്തിലെ ഓരോരുത്തരും ഇത്തവണത്തെ ഓണം ബമ്പറിൻ്റെ ഭാഗ്യവാൻ ആരാകുമെന്ന ആകാംക്ഷയിലാണല്ലോ. അപൂർവങ്ങളിൽ അപൂർവമായി സംഭവിക്കുന്ന ആ മഹാഭാഗ്യ യോഗമുള്ളവർ ഒരുപക്ഷെ നിങ്ങളാവാം, നിങ്ങളുടെ ബന്ധുക്കളാകാം, സുഹൃത്തുക്കളാകാം. മഹാഭാഗ്യയോഗം സംഭവിക്കാൻ സാധ്യതയുള്ള നക്ഷത്രങ്ങൾ നമുക്ക് ഏതൊക്കെയെന്ന് നോക്കാം. മഹാഭാഗ്യയോഗം അപൂർവങ്ങളിൽ അപൂർവമായി സംഭവിക്കുന്നതാണ്. ആ യോഗത്തിന് പണ്ഡിതനെന്നോ പാമരനെന്നോ നോട്ടമില്ല. ജീവിതത്തിൻ്റെ പ്രത്യേക ഘട്ടങ്ങളിൽ മഹാഭാഗ്യയോഗം സംഭവിക്കും. മഹാഭാഗ്യയോഗമുള്ളവൻ എവിടെ പോയി ഒളിച്ചിരുന്നാലും ആ യോഗം അവരെ തേടിയെത്തും. ജാതക നിരൂപണത്തിൽ യോഗങ്ങൾക്കും ഫലങ്ങൾക്കും പ്രത്യേക പ്രാധാന്യമാണുള്ളത്. ചില ഭാവങ്ങളിൽ ചില ഗ്രഹങ്ങൾ പ്രത്യേക ബന്ധു ഭാവബലത്തോടെ നിലകൊണ്ടാൽ ജാതകന് പ്രത്യേക ഫലങ്ങൾ തന്നെ ഉണ്ടാകും. ഇതിനെയാണ് യോഗ ഫലം എന്ന് തന്നെ പറയുന്നത്. പൊതുവിൽ നല്ല ജാതകമാണെങ്കിലും ചീത്ത യോഗഫലമുണ്ടെങ്കിൽ ദോഷാനുഭവങ്ങൾ ജീവിതത്തിൽ ഏറിയിരിക്കും. അതുപോലെ ഒറ്റനോട്ടത്തിൽ വളരെ മോശജാതകൻ യോഗഫലത്താൽ ഉത്കൃഷ്ടഫലം അനുഭവിക്കുന്നതും കാണാറുണ്ട്. സാധാരണയായി 40 വയസ്സിന് മുകളിലാണ് യോഗഫലങ്ങൾ അനുഭവിക്കാറ്. അതിൽ തന്നെ പ്രധാനപ്പെട്ട യോഗങ്ങളാണ് പർവ്വതയോഗം, മഹാലക്ഷ്മി യോഗം, സരസ്വതി യോഗം, കാഹളയോഗം, ഭേരിയോഗം, മരുദ്യോഗം, ദുരിദുരയായോഗം, വസുമദ്യോഗം, കേസരി യോഗം എന്നിവ. കൂടാതെ പഞ്ചപുരുഷ മഹായോഗങ്ങളും നീചഭംഗ രാജയോഗവും യോഗങ്ങളിൽ എടുത്തു പറയേണ്ട യോഗങ്ങളാണ്. അതിൽ തന്നെ മഹാലക്ഷ്മി യോഗം സംഭവിക്കുന്നത് ഇങ്ങനെയാണ്. 9ാം ഭാവാധിപനും ശുക്രനും ലഗ്നത്തിൻ്റെ കേന്ദ്ര രാശികളിലോ അല്ലെങ്കിൽ ലഗ്നത്തിൻ്റെ ത്രികോണ രാശികളിലോ നിൽക്കണം. അങ്ങനെ നിൽക്കുന്ന ആ രാശികൾ അവരവരുടെ ഉച്ചക്ഷേത്രമോ സ്വക്ഷേത്രമോ ആയിരിക്കണം. അങ്ങനെ വന്നാൽ മഹാലക്ഷ്മി യോഗം സംഭവിക്കുന്നു. മഹാലക്ഷ്മി യോഗത്തിൽ ജനിക്കുന്നവൻ ഏറ്റവും പതിവ്രതനും മംഗലശീലയുമായ ഭാര്യയോട് കൂടിയവനും ഉത്തമമായ വാഹനവും ധനവും ഉള്ളവനായും ഉദാരശീലനായും ഉയർന്ന പദവിയിൽ വലിയ ഐശ്വര്യത്തോടുകൂടി ജീവിക്കുന്നവനായും ഭവിക്കും. ഭാഗ്യയോഗത്തിൽ ജനിക്കുന്നവൻ ആജീവനാന്തം ഭാഗ്യവും കീർത്തിയും സാമ്പത്തികമുള്ളവനുമായിരിക്കും. മഹാഭാഗ്യം കൊണ്ടുവരുന്ന മറ്റൊരു യോഗമാണ് സാമ്രാജ്യയോഗം. ലഗ്നം സ്ഥിരരാശിയായി 2ാം ഭാവാധിപനോ 11ാം ഭാവാധിപനോ 9ാം ഭാവാധിപനോ ബലവാനായി ചന്ദ്രകേന്ദ്രത്തിൽ വരണം. ഈ 3 ഭാവാധിപന്മാർ ഒരാളുടെ ആധിപത്യം വ്യാഴന് ലഭിക്കുകയും ചെയ്താൽ സാമ്രാജ്യയോഗമാണ്. സാമ്രാജ്യാധിപികളായ ഉത്കൃഷ്ട ഫലങ്ങൾ ജാതകന് യോഗം മൂലം ലഭ്യമാകും. മഹാഭാഗ്യം വരുന്ന മറ്റൊരു യോഗമാണ് ശശിമംഗളയോഗം. ചന്ദ്രനും ചൊവ്വയും ഒരു രാശിയിൽ നിന്നാൽ ശശിമംഗളയോഗം ഭവിക്കുന്നു. ഈ യോഗത്തിൽ ജനിക്കുന്നവൻ ജീവിതാവസാനം വരെ സമ്പത്തുള്ളവനായിരിക്കും. മഹാഭാഗ്യ യോഗം സംഭവിക്കുന്ന മറ്റൊരു യോഗമാണ് ഭാസ്കര യോഗം. സൂര്യൻ്റെ 2ൽ ബുധനും ബുധൻ്റെ 11ൽ ചന്ദ്രനും ചന്ദ്രൻ്റെ 5ലോ 9ലോ വ്യാഴവും, അതായത് സൂര്യൻ്റെ 2ൽ ബുധനും 12ൽ ചന്ദ്രനും 4ലോ 8ലോ വ്യാഴവും നിന്നാൽ ഭാസ്കര യോഗമാകുന്നു. ഭാസ്കര യോഗത്തിൽ ജനിക്കുന്നവൻ വലിയ പ്രഭുവായും സംഗീതജ്ഞനും ശാസ്ത്രജ്ഞാനവും ഉള്ളവനായും സുന്ദരനായും ധനവാനായും ഭവിക്കും. 27 നക്ഷത്രങ്ങളിൽ 5 നക്ഷത്രങ്ങൾക്കാണ് ഇത്തവണ ഇത്തരം മഹാഭാഗ്യയോഗം സംഭവിക്കാൻ സാധ്യതയുള്ളത്. ആ 5 നക്ഷത്രങ്ങൾ ഇതൊക്കെയാണ്: ഭരണി, പുണർദം, ഉത്രം, വിശാഖം, തിരുവോണം എന്നീ നക്ഷത്രക്കാർ ഈ തവണത്തെ ഓണം ബമ്പറെടുക്കാൻ മറക്കരുത്. ഹൈന്ദവ വിശ്വാസവുമായി ബന്ധപ്പെട്ട ചെറിയ ചെറിയ അറിവുകളുമായി നിങ്ങളിലേക്ക് എത്തുന്ന ഈ ചെറിയ ചാനലായ രുദ്രവീണയെ പിന്തുടരാൻ മറക്കില്ലല്ലോ.